കമ്മ്യൂണിറ്റി ബേസ്ഡ് ഫസ്റ്റ് എയ്ഡ് എന്ന മോഡ്യൂളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഈ മോഡ്യൂളിന്റെ അവസാനത്തോടെ നിങ്ങൾക്ക് താഴെ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകും. കമ്മ്യൂണിറ്റി അടിസ്ഥാനമാക്കിയുള്ള ആരോഗ്യവും പ്രഥമ ശുശ്രൂഷയും വിവരിക്കുക. ഒരു ദുരന്ത സമയത്ത് സമൂഹത്തിന്റെ ആവശ്യങ്ങൾ വിലയിരുത്തേണ്ടതിന്റെ പ്രാധാന്യം വിശദീകരിക്കുക. ഒരു സന്നദ്ധ പ്രവർത്തകന്റെ പങ്കും ഉത്തരവാദിത്തങ്ങളും വിശദീകരിക്കുക. ഫലപ്രദമായ ആശയവിനിമയത്തിന്റെ തത്വം നിർവചിക്കുക. നിങ്ങൾക്ക് കാണാനാകുന്നത് പോലെ ശക്തമായ ഭൂകമ്പം നഗരത്തെ ബാധിച്ചു. ഇതിന്റെ ഫലമായി നിരവധി കെട്ടിടങ്ങൾ തകരുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ദുരന്തബാധിതരെ അന്വേഷിക്കുന്നത് പോലെ തന്നെ നിർണായകമാണ് പരിക്കേറ്റവർക്ക് പ്രഥമ ശുശ്രൂഷ നൽകുക. കമ്മ്യൂണിറ്റി ബേസ്ഡ് ഹെൽത്ത് ആൻഡ് ഫസ്റ്റ് എയ്ഡ് അല്ലെങ്കിൽ CBHFA ഇവിടെ ചുമതല അടിയന്തര പ്രതിസന്ധികൾക്ക് നന്നായി പരിശീലനം ലഭിച്ച സന്നദ്ധ പ്രവർത്തകരെ നൽകുക എന്നതാണ്. കമ്മ്യൂണിറ്റി ബേസ്ഡ് ഹെൽത്ത് ഫസ്റ്റ് എയ്ഡ് അല്ലെങ്കിൽ CBHFA എന്നിവയെക്കുറിച്ച് വിശദമായി പഠിക്കാം. കമ്മ്യൂണിറ്റി ബേസ്ഡ് ഹെൽത്ത് ആൻഡ് ഫസ്റ്റ് എയ്ഡ് അല്ലെങ്കിൽ CBHFA വളണ്ടിയർമാർ ഭൂകമ്പം ബാധിച്ചവരെ സഹായിക്കാൻ ഒരു മിതമായ മെഡിക്കൽ ക്യാമ്പ് സ്ഥാപിച്ചു. സാധാരണയായി CBHFAയുടെ പങ്ക് അവരുടെ ആരോഗ്യം പതിവായി പരിപാലിക്കാൻ അംഗങ്ങളെ ശാക്തീകരിക്കുന്നതിലൂടെ ഒരു സമൂഹത്തെ ശക്തിപ്പെടുത്തുക എന്നതാണ്. സന്നദ്ധ പ്രവർത്തകർ അടിയന്തര സാഹചര്യങ്ങളോട് പ്രതികരിക്കാൻ സഹായിക്കുന്നു. ആശയം വളരെ ലളിതമാണ്, അതായത് ക്ലാസ് റൂമിൽ പഠിക്കുകയും സമൂഹത്തിൽ നടപ്പിലാക്കുകയും ചെയ്യുക. ആരോഗ്യം, പ്രഥമ ശുശ്രൂഷ എന്നിവയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ കുറിച്ച് കമ്മ്യൂണിറ്റികൾ അറിഞ്ഞിരിക്കണം. ഈ പ്രക്രിയയിൽ ഒരു സന്നദ്ധ പ്രവർത്തകൻ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. സമൂഹത്തിൽ ആരോഗ്യകരമായ ജീവിതം പെരുമാറ്റവും പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ വ്യക്തി ഒരു മാതൃകയായി പ്രവർത്തിക്കുന്നു. വിവിധ കോഴ്സുകളിൽ ആവശ്യമായ പരിശീലനം പൂർത്തിയാക്കിയ ശേഷം വിവിധ പ്രഥമ ശുശ്രൂഷ, ആരോഗ്യം, സുരക്ഷാ മേഖലകളിൽ സമൂഹത്തിന് സജീവമായി പ്രവർത്തിക്കുന്നതിലൂടെ അറിവ് എങ്ങനെ പ്രയോഗിക്കുന്നുവെന്ന് ഒരു സന്നദ്ധ പ്രവർത്തകൻ മനസ്സിലാക്കുന്നു. ഒരു ദുരന്ത സമയത്ത് ഒരു കമ്മ്യൂണിറ്റിയുടെ ആവശ്യങ്ങൾ നിർണ്ണയിക്കുന്നതിന്റെ പ്രാധാന്യം വിശദീകരിക്കുവാൻ ഞാൻ എന്റെ സന്നദ്ധ സുഹൃത്തുക്കളിൽ ഒരാളോട് ആവശ്യപ്പെടട്ടെ. ഹലോ, ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഒരു സന്നദ്ധ സേവകന്റെ സഹായത്തിന്റെ പ്രസക്തി നിങ്ങൾക്ക് ഹ്രസ്വമായി വിശദീകരിക്കാമോ? തീർച്ചയായും. ഒരു സന്നദ്ധ പ്രവർത്തകൻ കമ്മ്യൂണിറ്റി ഹെൽത്ത്, പ്രഥമ ശുശ്രൂഷ, സുരക്ഷാ വിലയിരുത്തൽ കഴിവുകൾ എന്നിവ പഠിക്കണം. സമൂഹത്തിന്റെ വിലയിരുത്തൽ അവർക്ക് സമൂഹത്തിന്റെ മുൻഗണനകൾ തീരുമാനിക്കാനുള്ള മാർഗം നൽകുന്നു. അതിനുശേഷം ഏതെങ്കിലും ദുരന്തത്തിന്റെ പ്രത്യാഘാതങ്ങൾ കുറയ്ക്കുന്നതിന്റെ ആവശ്യമായ പ്രഥമ ശുശ്രൂഷയും വൈദ്യശാസ്ത്ര പരിജ്ഞാനവും വികസിപ്പിക്കാൻ സന്നദ്ധ പ്രവർത്തകർ കമ്മ്യൂണിറ്റി അംഗങ്ങളെ സഹായിക്കും. കൂടാതെ ഈ അടിയന്തര സാഹചര്യങ്ങളിൽ ആസൂത്രണത്തിനും വാദത്തിനും നിർണായകമായ NGO-കളുമായി സന്നദ്ധ പ്രവർത്തകർ ഇടപഴകണം. ഈ ഉപയോഗപ്രദമായ വിവരങ്ങൾ നൽകിയതിന് ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു. ഇനി നമുക്ക് NGO-കളെ കുറിച്ച് പഠിക്കാം. എല്ലാ രാജ്യങ്ങളിലും ഗവൺമെന്റ്, സർക്കാരിതര ഓർഗനൈസേഷനുകളെയോ NGO-കളെയോ സന്നദ്ധ സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷനുകളായി അംഗീകരിക്കുന്നു. നാഷണൽ റെഡ് ക്രോസ് അല്ലെങ്കിൽ റെഡ് ക്രസന്റ് സൊസൈറ്റികൾ ലോകത്തിന്റെ മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും നിലവിലുണ്ട്. നാഷണൽ സൊസൈറ്റി ഇന്റർനാഷണൽ റെഡ് ക്രോസ് ആൻഡ് റെഡ് ക്രസന്റ് മൂവ്മെന്റിന്റെ ഭാഗമാണ്. നാഷണൽ സൊസൈറ്റി ഓരോ രാജ്യത്തും പൊതു അധികാരികളെ പിന്തുണയ്ക്കുന്നു. ഗൂഞ്ച്, സ്മൈൽ ഫൗണ്ടേഷൻ, ക്രൈ, കെയർ തുടങ്ങി നിരവധി NGO-കൾ ഇന്ത്യയിൽ നിലവിലുണ്ട്. ദുരന്ത നിവാരണത്തിൽ ഈ സർക്കാരിതര ഓർഗനൈസേഷനുകൾ രക്ഷാപ്രവർത്തനം, താൽക്കാലിക ഷെൽട്ടറുകളുടെ നിർമ്മാണം, ആരോഗ്യ ക്യാമ്പുകൾ സംഘടിപ്പിക്കൽ, ഭക്ഷണവും ജലവിതരണവും എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്നു. നാഷണൽ സൊസൈറ്റി രാജ്യത്തുടനീളമുള്ള വിവിധ പ്രാദേശിക ശാഖകൾ ചേർന്നതാണ്. അംഗങ്ങളും സന്നദ്ധ പ്രവർത്തകരും ചേർന്നാണ് ലോക്കൽ ബ്രാഞ്ച് രൂപീകരിക്കുന്നത്. സമൂഹത്തിന് ചില കടമകളും ചുമതലകളും നിർവഹിക്കാനുണ്ട്. അത് ഞാൻ വിവരിക്കാം. ഒരു ദേശീയ സൊസൈറ്റിയുടെ കടമകളും ഉത്തരവാദിത്തങ്ങളും സായുധ സംഘടനകളിലും പ്രകൃതി ദുരന്തങ്ങൾ പോലുള്ള ദുരന്തങ്ങളിലും മാനുഷിക സഹായം നൽകുക എന്നതാണ്. അതിന്റെ സന്നദ്ധ പ്രവർത്തകർ
പലപ്പോഴും രംഗത്തിറങ്ങുകയും കമ്മ്യൂണിറ്റികളിൽ സജീവമായി തുടരുകയും ചെയ്യുന്നു. വികസന പ്രവർത്തനങ്ങളിൽ സാമൂഹിക അധിഷ്ഠിത സന്നദ്ധ പ്രവർത്തകരും സുപ്രധാന പങ്ക് വഹിക്കുന്നു. ദുരന്ത നിവാരണ പരിപാടികൾ, ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾ, രക്തദാന ക്യാമ്പയിനുകൾ, മാനുഷിക മൂല്യങ്ങൾ പ്രോത്സാഹിപ്പിക്കൽ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. NCC പോലുള്ള യൂത്ത് ക്ലബ്ബുകളും നെഹ്റു യുവകേന്ദ്രങ്ങൾ പോലുള്ള മറ്റ് കമ്മ്യൂണിറ്റി വോളണ്ടിയർമാരും അടിയന്തര ഘട്ടങ്ങളിൽ അണിനിരക്കുന്നു. പ്രധാന അടിയന്തര ഘട്ടങ്ങളിൽ ദുരന്തങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ കമ്മ്യൂണിറ്റി മൊബിലൈസേഷന്റെ പങ്ക് നമുക്ക് മനസ്സിലാക്കാം. ദുരന്തങ്ങൾ മനുഷ്യനിർമ്മിതമോ പ്രകൃതിയോ ആയ സംഭവങ്ങളാണ്. ദുരന്തങ്ങൾ പലപ്പോഴും അവയെ നേരിടാനുള്ള സമൂഹത്തിന്റെ കഴിവിനേക്കാൾ കൂടുതലാണ്. ഓരോ ദുരന്തവും സമൂഹത്തിലും വ്യക്തികളുടെ ആരോഗ്യത്തിലും വ്യത്യസ്തമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നു. വിവിധ തരത്തിലുള്ള ദുരന്തങ്ങൾക്ക് കമ്മ്യൂണിറ്റികൾ വ്യത്യസ്തമായ അപകട സാധ്യതകളുണ്ട്. എന്നിരുന്നാലും സ്വമേധയാ സേവകർ അവരുടെ സ്വയം കമ്മ്യൂണിറ്റികളുടെ ദുരന്തങ്ങളുടെ ദുർബലത മനസ്സിലാക്കേണ്ടതുണ്ട്. സന്നദ്ധ പ്രവർത്തകർ ഫലപ്രദമായ പ്രഥമ ശുശ്രൂഷ നൽകണം. തങ്ങളുടെ കമ്മ്യൂണിറ്റികളിലെ ബാധിതരായ അംഗങ്ങൾക്ക് മാനസിക സാമൂഹിക പിന്തുണ നൽകാൻ സന്നദ്ധ പ്രവർത്തകർക്ക് കഴിയണം. മാത്രമല്ല, ദുരന്തങ്ങളെക്കുറിച്ച് ജനങ്ങൾ കൂടുതൽ ബോധവാന്മാരായിരിക്കണം. അവർക്ക് കൃത്യമായ ശുചിത്വം പാലിക്കുകയും ശുദ്ധജലവും നല്ല ശുചീകരണവും ഉപയോഗിക്കുകയും കൊതുക് വല ഉപയോഗിക്കുകയും പ്രതിരോധ കുത്തിവയ്പ്പുകൾ സ്വീകരിക്കുകയും വേണം. ഇനി ഇരകളുടെ ജീവൻ രക്ഷിക്കുന്നതിൽ സജീവമായി പങ്കെടുക്കുന്ന സന്നദ്ധ പ്രവർത്തകരുടെ സുപ്രധാന പ്രവർത്തനങ്ങൾ നോക്കാം. ഒരു ദുരന്തത്തിന് മുമ്പുള്ള സന്നദ്ധ പ്രവർത്തകരുടെ സുപ്രധാനമായ പ്രവർത്തനങ്ങൾ ഇവയാണ്. പ്രഥമ ശുശ്രൂഷയ്ക്കും ദുരന്ത പ്രതികരണത്തിനും പരിശീലനം നൽകുകയും തയ്യാറാകുകയും ചെയ്യുക. ഒരു ദുരന്ത സമയത്ത് പ്രധാനപ്പെട്ട മാനുഷികവും ഭൗതികവുമായ വിഭവങ്ങൾ എവിടെയാണെന്ന് അറിയുക. മനുഷ്യശക്തി പോലെ പ്രധാനപ്പെട്ട വിഭവങ്ങൾ സംഘടിപ്പിക്കുന്ന പ്രാദേശിക അധികാരികളെ ബന്ധപ്പെടുക. വെള്ളം, ഭക്ഷണം തുടങ്ങിയ ഭൗതിക വിഭവങ്ങൾ, പ്രഥമ ശുശ്രൂഷ, ആരോഗ്യ സൗകര്യങ്ങൾ തുടങ്ങിയവ, ആശയവിനിമയങ്ങളും ഉറവിടങ്ങളും ആരോഗ്യ സംരക്ഷണ ആവശ്യ സേവനങ്ങളും ഉറപ്പുവരുത്തുക. ഒരു ദുരന്ത സമയത്ത് സന്നദ്ധ പ്രവർത്തകർ ഇനി പറയുന്നവ ചെയ്യണം. വൈകാരികവും മാനസികവുമായ പിന്തുണ നൽകുകയും ആരോഗ്യ ഉദ്യോഗസ്ഥരെ സഹായിക്കുകയും ചെയ്യുക. കൂടുതൽ വിദഗ്ധരായ സന്നദ്ധ പ്രവർത്തകരോ ആരോഗ്യ വിദഗ്ധരോ നിർദ്ദേശപ്രകാരം അപകടത്തിൽപ്പെട്ടവർക്ക് പ്രഥമ ശുശ്രൂഷ നൽകുക. പരിക്കേറ്റവരെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് ഉടനടി മാറ്റുക. വൻ അപകടങ്ങളിൽ മെഡിക്കൽ ടീമുകളെ സഹായിക്കുക. മരിച്ചവരെ അടക്കം ചെയ്യാൻ സഹായിക്കുക. താൽക്കാലിക അഭയകേന്ദ്രങ്ങളിൽ ആളുകളെ സഹായിക്കുക. സുരക്ഷ ഉറപ്പാക്കാൻ മറ്റ് സന്നദ്ധ പ്രവർത്തകരുമായും പ്രാദേശിക അധികാരികളുമായും കമ്മ്യൂണിറ്റി അംഗങ്ങളുമായും ആശയവിനിമയം നടത്തുക. ദുരിതാശ്വാസ സാധനങ്ങൾ വിതരണം ചെയ്യുകയും മറ്റ് സന്നദ്ധ പ്രവർത്തകരെ പ്രോത്സാഹിപ്പിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുക. ഒരു ദുരന്തശേഷവും സന്നദ്ധ പ്രവർത്തകർക്ക് നിരവധി സുപ്രധാനമായ കർത്തവ്യങ്ങൾ ഉണ്ട്. അടിസ്ഥാന ആരോഗ്യ സംരക്ഷണത്തിലും പ്രഥമ ശുശ്രൂഷയിലും തുടർന്ന് സഹായിക്കുക. വൈകാരികമായ പിന്തുണ നൽകുക. ഇനി പറയുന്നവ ഉൾപ്പെടെ ഗാർഹിക ഗ്രൂപ്പുകൾക്കും കമ്മ്യൂണിറ്റി അംഗങ്ങൾക്കും രോഗവും പ്രതിരോധവും ആരോഗ്യ വിദ്യാഭ്യാസ ഉപദേശവും പരസ്യപ്പെടുത്താൻ സഹായിക്കുക. പനി, ന്യൂമോണിയ, അക്യൂട്ട് റെസ്പിറേറ്ററി അണുബാധ, വയറിളക്കം, പോഷകാഹാരക്കുറവ്, മറ്റ് സാമൂഹ്യ ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവ അഭിമുഖീകരിക്കുക. പൊതുജനാരോഗ്യ അത്യാഹിതങ്ങളെക്കുറിച്ചും പകർച്ചവ്യാധികളോടുമുള്ള സന്നദ്ധ പ്രവർത്തകരുടെ പ്രതികരണങ്ങളെക്കുറിച്ചും പഠിക്കാം. സാധാരണയായി പകർച്ചവ്യാധികൾക്ക് കാരണമാകുന്ന 6 തരം രോഗങ്ങളുണ്ട്. കോളറ, സാൽമോണല്ല തുടങ്ങിയ വയറിളക്ക രോഗങ്ങൾ, ക്ഷയം പോലുള്ളവ, പോളിയോ, മഞ്ഞപ്പനി, 5-ാം പനി തുടങ്ങിയവ, മലേറിയ, ഡെങ്കിപ്പനി തുടങ്ങിയ രോഗാണുക്കൾ പരത്തുന്ന രോഗങ്ങൾ, എബോള പോലുള്ള മാരക പകർച്ചവ്യാധികൾ, പാൻഡമിക് ഇൻഫ്ലുവൻസ, ഏവിയൻ ഇൻഫ്ലുവൻസ, സാർസ് കോവിഡ്-19 തുടങ്ങിയ പുതിയ രോഗങ്ങൾ. അതിനാൽ ഏതെങ്കിലും പകർച്ചവ്യാധികൾക്കുള്ള സന്നദ്ധ പ്രവർത്തനങ്ങൾ നിർണായകമാണ്. ഒരു സന്നദ്ധ പ്രവർത്തകൻ ഇനി പറയുന്നവ ചെയ്യണം. രോഗപ്രതിരോധത്തെക്കുറിച്ച് സമൂഹത്തിലെ അംഗങ്ങളെ ബോധവൽക്കരിക്കുക. രോഗങ്ങളുടെ ലക്ഷണങ്ങളും എങ്ങനെ തിരിച്ചറിയാം എന്നതിനെക്കുറിച്ചും കമ്മ്യൂണിറ്റി അംഗങ്ങളെ ബോധവൽക്കരിക്കുക.
രോഗങ്ങളുള്ള കമ്മ്യൂണിറ്റി അംഗങ്ങളെ ആരോഗ്യ കേന്ദ്രത്തിലേക്ക് റഫർ ചെയ്യുക. പകർച്ചവ്യാധികൾ നിയന്ത്രിക്കാൻ ആരോഗ്യ ഉദ്യോഗസ്ഥരെ സഹായിക്കുക. പകർച്ചവ്യാധികൾ എങ്ങനെ വിലയിരുത്താമെന്നും സർവേ ചെയ്യാമെന്നും അറിയാൻ പകർച്ചവ്യാധി നിയന്ത്രണത്തിൽ പരിശീലനം നേടുക. പകർച്ചവ്യാധികളെക്കുറിച്ച് അവർക്കറിയാവുന്ന കാര്യങ്ങളും അവർ തയ്യാറാക്കിയ തയ്യാറെടുപ്പ് പദ്ധതികളും അറിയാൻ കമ്മ്യൂണിറ്റി നേതാക്കളെ കാണൂ. വൻതോതിലുള്ള വാക്സിനേഷൻ ക്യാമ്പയിനുകളെ കുറിച്ചും ആരോഗ്യ സ്ഥാപനത്തിലെ അംഗങ്ങളുമായി സംസാരിക്കുക. സഹായിക്കാൻ സന്നദ്ധ പ്രവർത്തകർക്ക് എന്തു ചെയ്യാനാകുമെന്ന് ചോദിക്കുക. ഈ ഉത്തരവാദിത്തങ്ങൾ വിജയകരമായി നിറവേറ്റുന്നതിന് ഫലപ്രദമായ കമ്മ്യൂണിറ്റി ആശയവിനിമയം ആവശ്യമാണ്. മീറ്റിംഗുകൾ, കമ്മ്യൂണിറ്റി വിലയിരുത്തൽ, തുടർ പ്രവർത്തനങ്ങൾ എന്നിവ ഉൾപ്പെടെ നിരവധി വഴികളിൽ വോളണ്ടിയർമാർക്ക് കമ്മ്യൂണിറ്റി അംഗങ്ങളുമായി സംവദിക്കുകയും സഹകരിക്കുകയും ചെയ്യാം. ആശയവിനിമയം ഫലപ്രദമായി നിലനിർത്തുന്നതിന് ചില തത്വങ്ങളുണ്ട്. ഉദാഹരണത്തിന്, ആശയവിനിമയം നടത്തുമ്പോൾ പ്രാദേശിക ഭാഷ ഉപയോഗിക്കുക. വൈകാരികമായി ബന്ധിപ്പിക്കാൻ ശ്രമിക്കുന്ന പക്വതയുള്ള പരിശീലനം ലഭിച്ച അറിയപ്പെടുന്ന വ്യക്തിയായിരിക്കുക. അടിയന്തര ഘട്ടങ്ങളിൽ പ്രഥമ ശുശ്രൂഷയ്ക്കും സാമൂഹ്യ ആരോഗ്യത്തിലും സന്നദ്ധ പ്രവർത്തകർക്ക് പരിശീലനം നൽകേണ്ടതിന്റെ ആവശ്യകത നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടുണ്ട്. പരിക്കുകൾ എങ്ങനെ തടയുന്നതിന് അടിസ്ഥാന ശുശ്രൂഷ എങ്ങനെ ചെയ്യാമെന്ന് നമുക്കിനി പഠിക്കാം. പ്രഥമ ശുശ്രൂഷ പ്രവർത്തനങ്ങൾ 4 ഘട്ടങ്ങളുണ്ട്. വിലയിരുത്തുക, പ്ലാൻ ചെയ്യുക, നടപ്പിലാക്കുക, വീണ്ടും വിലയിരുത്തുക. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഓരോ ഘട്ടത്തിലേക്കും പോയിന്റർ വലിച്ചിടുക. ആദ്യം, ഒരു സന്നദ്ധ പ്രവർത്തകർ ഇനി പറയുന്നവ ചെയ്യണം. സാഹചര്യം വിലയിരുത്തുകയും അപകടങ്ങൾ പരിശോധിക്കുകയും ചെയ്യുക. വ്യക്തിയുടെ അടുത്തേക്ക് പോകുന്നതിന് മുമ്പ് സുരക്ഷകൾ പരിശോധിക്കുക. നിങ്ങൾക്കും അപകടത്തിൽപ്പെട്ടവർക്കും മറ്റാളുകൾക്കും അല്ലെങ്കിൽ കാഴ്ചക്കാർക്കും സാഹചര്യം സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കുക. വ്യക്തിയുടെ അപ്പോഴത്തെ അവസ്ഥ വിലയിരുത്തുക. പരിക്കുകൾ വിലയിരുത്തുക, കൂടാതെ മാനസികാഘാതത്തിന്റെ ലക്ഷണങ്ങൾക്കായി വിലയിരുത്തുക. ഒരു സന്നദ്ധ പ്രവർത്തകൻ സഹായത്തിനായി വിളിക്കണം, അല്ലെങ്കിൽ മെഡിക്കൽ പ്രവർത്തന സഹായത്തിനായി ആരെയെങ്കിലും ബന്ധപ്പെടണം. ഒരു സന്നദ്ധ പ്രവർത്തകൻ എന്ന നിലയിൽ താഴെ പറയുന്ന പ്രഥമ ശുശ്രൂഷ ഇടപെടലുകൾ നിങ്ങൾ ആസൂത്രണം ചെയ്യണം. പ്രാഥമികമായ വിലയിരുത്തൽ അടിസ്ഥാനമാക്കി പ്രൊഫഷണൽ സഹായം എത്തുന്നതുവരെ എന്ത് നടപടി സ്വീകരിക്കണമെന്ന് ആസൂത്രണം ചെയ്യുക. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളെ അടിസ്ഥാനമാക്കി നിങ്ങൾക്ക് എത്രത്തോളം സഹായം നൽകാമെന്ന് നിർണ്ണയിക്കുക. നിങ്ങളുടെ കഴിവുകൾ എന്തൊക്കെയാണ്? ഒരു സന്നദ്ധ പ്രവർത്തകൻ എന്ന നിലയിൽ നിങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുക. ഒരു സന്നദ്ധ പ്രവർത്തകൻ ഇനി പറയുന്ന രീതിയിൽ പ്രഥമ ശുശ്രൂഷ നൽകണം. പ്രാഥമിക വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ ജീവൻ അപകടപ്പെടുത്തുന്ന അടിയന്തര സാഹചര്യങ്ങൾക്കും പ്രത്യേക പരിക്കുകൾക്കും പ്രഥമ ശുശ്രൂഷ നൽകുക. അടിയന്തര സേവനങ്ങൾ വളരെ വേഗം എത്തുകയാണെങ്കിൽ മുറിവുകൾ പിളരരുത്, സുരക്ഷ നിലനിർത്തുകയും സഹായത്തിനായി കാത്തിരിക്കുകയും ചെയ്യുക. വ്യക്തിയോടും കുടുംബാംഗങ്ങളോടും സംസാരിച്ച് മാനസിക പ്രഥമ ശുശ്രൂഷ നൽകൽ എന്താണ് സംഭവിക്കുന്നതെന്നും നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്നും ആളുകളെ അറിയിക്കുന്നു. ഒരു സന്നദ്ധ പ്രവർത്തകൻ പ്രഥമ ശുശ്രൂഷ പ്രവർത്തനങ്ങൾ ഇനി പറയുന്ന രീതിയിൽ വിലയിരുത്തണം. വൈദ്യസഹായമോ പ്രൊഫഷണൽ സഹായമോ ഉടൻ എത്തുമെന്ന് പരിശോധിക്കുക. രംഗം സുരക്ഷിതമായി തുടരുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. ഇല്ലെങ്കിൽ കഴിയുന്നത്ര ശ്രദ്ധയോടെ വ്യക്തിയെ മാറ്റുന്നത് പരിഗണിക്കുക. പ്രാഥമിക വിലയിരുത്തലിലെ പ്രവർത്തനങ്ങൾ വീണ്ടും പരിശോധിക്കുന്നു. ബാൻഡേജുകൾ എപ്പോഴും നിലവിലുണ്ടെന്നും രക്തസ്രാവം നിലച്ചുവെന്നും പരിശോധിക്കുക. ഇല്ലെങ്കിൽ നിലവിലുള്ള ഡ്രസ്സിങ്ങുകൾ നീക്കം ചെയ്യരുത്. കൂടുതൽ ഡ്രസ്സിങ്ങുകൾ ചേർത്ത് രക്തസ്രാവം നിലക്കാൻ പരിശ്രമിക്കുക. വ്യക്തി അബോധാവസ്ഥയിലാണെന്ന് പരിശോധിക്കുകയും അടിസ്ഥാന ജീവിത പിന്തുണയ്ക്കായി നടപടികൾ പിന്തുടരുകയും ചെയ്യുക. ഏത് ആശുപത്രി, ക്ലിനിക് അല്ലെങ്കിൽ ആരോഗ്യ കേന്ദ്രമാണ് പരിചരണം നൽകുന്നതെന്ന് കണ്ടെത്തി ഇരയെ അങ്ങോട്ട് മാറ്റുക. സന്നദ്ധ പ്രവർത്തകർക്ക് പലതരത്തിൽ സഹായിക്കാനാവും. സംഭവസ്ഥലത്ത് നിലവിലുള്ള അപകട സാധ്യതകൾ നീക്കി ഇരകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ സന്നദ്ധ പ്രവർത്തകർക്ക് പ്രതികരിക്കുന്നവരെ സഹായിക്കാനാകും. പരിക്കേറ്റ ഇരകളെ സ്വമേധയാ അല്ലെങ്കിൽ സ്ട്രക്ചറുകളിൽ ചുമക്കുന്നതിന് സന്നദ്ധ പ്രവർത്തകർക്ക് രക്ഷാപ്രവർത്തകരെ സഹായിക്കാൻ സാധിക്കും. പരിക്കേറ്റ ഇരകളെ വസ്ത്രധാരണത്തിലും സ്ഥിരതയിലും അവർക്ക് മെഡിക്കൽ ഫസ്റ്റ് റെസ്പോണ്ടർമാർ ആയോ സഹായിക്കാനാകും. ചില രോഗികളുടെ അവസ്ഥകൾ
പരിക്ക് വഷളാകാതിരിക്കാൻ പ്രത്യേക സാങ്കേതിക വിദ്യകൾ ആവശ്യമാണെന്ന് സന്നദ്ധ പ്രവർത്തകർ അറിഞ്ഞിരിക്കണം. അത്തരം സാഹചര്യങ്ങളിൽ വൈദ്യനെയോ ഡോക്ടറെയോ കാത്തിരിക്കുക. അടിസ്ഥാന ലൈഫ് സപ്പോർട്ട് സിസ്റ്റത്തിന്റെ പരിപാലനത്തിൽ വോളണ്ടിയർമാർക്ക് മെഡിക്കൽ സ്റ്റാഫിനെ സഹായിച്ചേക്കാം. ഇതോടെ ഈ മൊഡ്യൂളിന്റെ അവസാനത്തിൽ എത്തി. ഈ മൊഡ്യൂളിൽ ചർച്ച ചെയ്ത പ്രധാന പോയിന്റുകൾ നമുക്ക് സംഗ്രഹിക്കാം. കമ്മ്യൂണിറ്റി ബേസ്ഡ് ഹെൽത്ത് ആൻഡ് ഫസ്റ്റ് എയ്ഡ് അത്യാഹിത ഘട്ടത്തിൽ യോഗ്യരായ സന്നദ്ധ പ്രവർത്തകരെ ലഭ്യമാക്കുന്ന ഒരു പ്രോഗ്രാമാണ്. CBHFA-യുടെ ഉദ്ദേശം കമ്മ്യൂണിറ്റിയെ അവരുടെ ആരോഗ്യം പതിവായി പരിപാലിക്കാൻ സഹായിക്കുക എന്നതാണ്. ഒരു സന്നദ്ധ പ്രവർത്തകൻ തന്റെ കമ്മ്യൂണിറ്റിയെ വിലയിരുത്തുകയും ആരോഗ്യ പ്രഥമ ശുശ്രൂഷയുടെയും പ്രാധാന്യം വിലയിരുത്തുകയും ചെയ്യും. ദേശീയ സമൂഹങ്ങൾ അല്ലെങ്കിൽ NGO-കൾ ഓരോ ഗവൺമെന്റും സന്നദ്ധ സിവിൽ സൊസൈറ്റി സ്ഥാപനങ്ങളായി അംഗീകരിക്കുന്നു. നാഷണൽ റെഡ് ക്രോസ് അല്ലെങ്കിൽ റെഡ് ക്രസന്റ് സൊസൈറ്റികൾ ലോകത്തിൽ മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും നിലവിലുണ്ട്. വോളണ്ടിയർമാർക്ക് അവരുടെ കമ്മ്യൂണിറ്റികളിലെ ദുരന്തബാധിത അംഗങ്ങൾക്ക് മാനസിക സാമൂഹ്യ പിന്തുണ നൽകാൻ കഴിയണം. ഒരു സന്നദ്ധ പ്രവർത്തകൻ കമ്മ്യൂണിറ്റി അംഗങ്ങളെ രോഗപ്രതിരോധത്തെക്കുറിച്ച് ബോധവൽക്കരിക്കണം. ഫലപ്രദമായ ആശയവിനിമയത്തിലുള്ള തത്വങ്ങളിൽ പ്രാദേശിക ഭാഷയും വൈകാരികമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നതും പക്വതയുള്ളതും നന്നായി വിദ്യാഭ്യാസമ്പന്നരും അറിയപ്പെടുന്നവരുമാണ്. അടിസ്ഥാന പ്രഥമ ശുശ്രൂഷ നടപടിക്രമങ്ങൾക്ക് 4 ഘട്ടങ്ങളുണ്ട്. അതായത് മൂല്യനിർണയം, ആസൂത്രണം, നടപ്പിലാക്കൽ, വിലയിരുത്തൽ. ഇനി ഈ വിഷയത്തിലുള്ള നിങ്ങളുടെ അവഗാഹം പരിശോധിക്കേണ്ട സമയമാണ്. നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക. ഓരോ ചോദ്യത്തിനും തുല്യ മാർക്കുണ്ട്. ഈ മൊഡ്യൂൾ വിജയകരമായി പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് കുറഞ്ഞത് 60% സ്കോർ ചെയ്യേണ്ടതുണ്ട്. ചോദ്യങ്ങൾ ശ്രദ്ധാപൂർവം വായിച്ച് ഉചിതമായ ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കുക. അഭിനന്ദനങ്ങൾ, നിങ്ങൾ ഈ മൊഡ്യൂൾ വിജയകരമായി പൂർത്തിയാക്കി.